നമ്മുടെ സൂറത്ത് സ്വാദിൽ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രവുമായി ബന്ധപ്പെട്ട് സൂറത്ത് സ്വാദിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ഏതാനും ആയത്തുകളാണ് ഇവിടെ മനസ്സിലാക്കിയത്. സൂറത്ത് സ്വാദിലെ 30 മുതൽ 33 വരെയുള്ള ആയത്തുകളിൽ പ്രതിപാദ്യമായ വിഷയങ്ങൾ. ഇനി അതിൻ്റെ തുടർച്ചയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുമായി ബന്ധപ്പെട്ട് പറയുന്ന മറ്റു ചില കാര്യങ്ങൾ, വിഷയങ്ങൾ. വലഖദ് ഫതന്ന സുലൈമാന വഅൽഖൈന അലാ കുർസിയിഹി ജസദൻ സുമ്മ അനാബ് ഖാല റബ്ബി ഇഗ്ഫിർ ലി വഹബ് ലി മുൽക്കൻ ലാ യൻബഗി ലി അഹദിൻ മിൻ ബഅദി ഇന്നക അൻതൽ വഹാബ്. വലഖദ് ഫതന്ന സുലൈമാൻ, തീർച്ചയായും നാം സുലൈമാനെ പരീക്ഷിക്കുകയുണ്ടായി. ഇവിടെ ഫതന്ന എന്ന് പറഞ്ഞാൽ ഫതന ഫിത്നയിൽ നിന്നാണ്. ഫതന എന്ന് പറയുമ്പോൾ നാം പരീക്ഷിച്ചു. അതിന് മുമ്പിൽ ലഖദ് വന്നു. ഖദ് എന്നുള്ളതും തീർച്ചയായും എന്ന അർത്ഥത്തിലാണ്. ലാമ് തൗത്തിയാലിൽ ഖസം എന്ന് പറയും. വല്ലാഹി ലഖദ് എന്ന അർത്ഥത്തിൽ അതും ശക്തിപ്പെടുത്താനാണ് ആശയത്തെ. അപ്പോൾ ലഖദ് ഫതന്ന സുലൈമാനെ നാം തീർച്ചയായും പരീക്ഷിക്കുകയുണ്ടായി. സുലൈമാൻ ഇബ്നു ദാവൂദ് അലൈഹിമസ്സലാം. വാവ് ഇസ്തിനാഫിൻ്റെ. വഅൽഖൈന അലാ കുർസിയിഹി, വഅൽഖൈന നാം ഇടുകയും ചെയ്തു. അൽഖ യുൽഖി, കൊണ്ടിട്ടു, കൊണ്ടുവച്ചു എന്ന അർത്ഥത്തിൽ. അൽഖൈന നാം കൊണ്ടിടുകയും ചെയ്തു. അലാ കുർസിയിഹി, അദ്ദേഹത്തിൻ്റെ കുർസിയിൽ. കുർസി ഇരിപ്പിടാണ്, രാജാവിൻ്റെ ഇരിപ്പിടം, രാജസിംഹാസനം. അലാ കുർസിയിഹി, അദ്ദേഹത്തിൻ്റെ കുർസിയിൽ നാം കൊണ്ടിട്ടു. ജസദൻ, ഒരു ജസദിനെ. സുമ്മ അനാബ്, സുമ്മ അതിൽ പിന്നെ അനാബ്. അനാബ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഖേദിച്ചു മടങ്ങി, പശ്ചാത്തപിച്ചു. താബ. ഇവിടെ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ നാം പരീക്ഷിച്ചു എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയണം. അപ്പോൾ സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാമയെ ഒരു ഫിത്നക്ക് അള്ളാഹു വിധേയമാക്കി. അത് അള്ളാഹു ഇവിടെ തീർച്ചപ്പെടുത്തി പറയാണ്. വഅൽഖൈന അലാ കുർസിയിഹി ജസദൻ, അദ്ദേഹത്തിൻ്റെ കുർസിയിൽ നാം ഒരു ജസദിനെ കൊണ്ടിട്ടു എന്നാണ്. ജസദ് ശരീരത്തിനാണ് പറയുക, ശരീരത്തിന്. ജീവനറ്റീനും ജീവനറ്റ രൂപത്തിന് ജസദ് എന്ന് പറയും. ഉജ്ലൻ ജസദൻ എന്ന് പറഞ്ഞ ഉജ്ലൻ ജസദൻ, ഈ ഇസ്രായേലിയർ ആരാധിച്ച ഈ കിടാവിന് അതിന് ജസദ് എന്ന് വർണ്ണന വന്നില്ലേ. അപ്പോൾ അങ്ങനത്തെ രൂപത്തിനാണ് ജസദ് എന്ന് പറയാം. സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാം പരീക്ഷിക്കപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ കുർസിയിൽ ഒരു ജസദ് കൊണ്ടിടപ്പെട്ടു എന്നുള്ളത് ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. നമ്മൾ ഈ മുമ്പത്തെ കഥയിൽ പറഞ്ഞതുപോലെ തന്നെ ഇതിലും കുറേ കഥകളാണ്. ആ കഥകൾ പലതും ഈ ഇസ്രായേലി കഥകളെ ആസ്പദമാക്കിയിട്ടാണ് തഫ്സീറുകളിൽ ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ളത്. ശരി, ഇവിടെ അടുത്ത അഭിപ്രായം പല പണ്ഡിതന്മാരും പറഞ്ഞത് ഒരു ഹദീസിനെ മുൻനിർത്തിയിട്ടുള്ള സംഭവമാണ്. അതാദ്യം നമുക്ക് പറയാം. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അദ്ദേഹം തൻ്റെ ഭാര്യമാരുടെ അത്തൂഫന്ന ലൈലത, ഈ രാവിൽ ഞാൻ ചുറ്റി സഞ്ചരിക്കും. അദ്ദേഹത്തിന് പല ഭാര്യമാരുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ 70 ഭാര്യമാർ, അവരിൽ ഞാൻ ചുറ്റി സഞ്ചരിക്കും. എന്നിട്ട് ആ ഭാര്യമാരിൽ ജന്മം കൊള്ളുന്ന മക്കളെ ഞാൻ ഫുർസാൻ എന്നാണ്, കുതിരപ്പടയാളികളാക്കും എന്ന് അദ്ദേഹം എന്ത് ചെയ്തു, പറയുകയുണ്ടായി. അതൊരു ശബ്ദമായിട്ട് അദ്ദേഹം പറയുകയാണ് ചെയ്തത്. അദ്ദേഹത്തോട് ഇൻഷാ അല്ലാ പറയാൻ പറഞ്ഞപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു, ഇൻഷാ അല്ലാ പറഞ്ഞില്ല. അത് ഒരു വേള മറന്നതായിരിക്കാം. ഏതായാലും അദ്ദേഹം ഇൻഷാ അല്ലാ പറഞ്ഞില്ല. അള്ളാഹു ഉദ്ദേശിക്കുന്ന ചില ഹിക്മത്തുകളുടെ പൂർത്തീകരണം അതിനാലായിരിക്കാം ഒരു വേള അദ്ദേഹത്തിൽ നിന്ന് ഇൻഷാ അല്ലാ വിട്ടുപോയത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം പ്രതീക്ഷിക്കുന്ന രീതിയിൽ അദ്ദേഹത്തിന് മക്കളുണ്ടായില്ല. ഒരു സ്ത്രീ മാത്രമാണ് ഒരു കുഞ്ഞിന് ജന്മം നൽകിയത്. ആ കുഞ്ഞ് തന്നെയും ഭാഗികമായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അർദ്ധരൂപം മാത്രമായിരുന്നു. ആ കുഞ്ഞിനെ ഈറ്റെടുക്കുക അറിയില്ലേ, പ്രസവെടുക്കുക. ആ പ്രസവെടുത്ത സ്ത്രീ ഈ കുഞ്ഞിനെ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ അടുക്കൽ
രാജസിംഹാസനത്തിൽ കൊണ്ടുവച്ചു. അപ്പോൾ സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാം വളരെ പ്രതീക്ഷയിലായിരുന്നു. പക്ഷേ തൻ്റെ പ്രതീക്ഷകൾ മുഴുവൻ നിഷ്പ്രഭമായി. എന്താ സംഭവിച്ചത് കുഞ്ഞുങ്ങളൊന്നും ഉണ്ടായില്ല എന്ന് മാത്രമല്ല, ഉണ്ടായ ഒരു കുഞ്ഞ് അത് ഇങ്ങനെ ഒരു ഭാഗികമായ ഒരു മനുഷ്യ ശരീരം മാത്രമായിരുന്നു. അതിനെ എന്ത് ചെയ്തു, ഈറ്റെടുത്ത സ്ത്രീ കൊണ്ടുപോയിട്ട് സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാമെ കൈമാറി അദ്ദേഹത്തിൻ്റെ കുർസിയിൽ. അല്ലേ, ഇത് കണ്ടപ്പോഴാണ് അദ്ദേഹത്തിന് തൻ്റെ കുറ്റബോധം, തൻ്റെ വീഴ്ച ബോധ്യപ്പെട്ടത്. അല്ലേ, അദ്ദേഹം വീഴ്ച ബോധ്യപ്പെട്ടപ്പോൾ അതാണ് സുമ്മ അനാബ്, അദ്ദേഹം എന്ത് ചെയ്തു, പശ്ചാത്തപിച്ചു, ഖേദിച്ചു, മടങ്ങി. അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ചു മടങ്ങി, ഖേദിച്ചു മടങ്ങി, വിനയപ്പെട്ട് മടങ്ങി. ഈ ആയത്തിൻ്റെ തഫ്സീറായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് നേരിട്ട് അത് വന്നിട്ടില്ലെങ്കിലും, പക്ഷേ പ്രാമാണികരായ പല മുഫസ്സിരീങ്ങളും പറഞ്ഞത് ഈ ആയത്തിൻ്റെ തഫ്സീറിൽ ഏറ്റവും നമുക്ക് അവലംബിക്കാൻ യോഗ്യമായിട്ടുള്ള അഭിപ്രായം ഇതാണ്. എന്താണ് സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാമക്ക് ഉണ്ടായ പരീക്ഷണം, ആ പരീക്ഷണത്തിൻ്റെ അവസ്ഥ എന്തായിരുന്നു? അപ്പോൾ അദ്ദേഹം ഇൻഷാ അള്ളാഹ് എന്ന് അനുസ്മരിക്കാതെ ഒരു ശപഥം ചെയ്തു, തനിക്കുണ്ടാകുന്ന കുഞ്ഞുങ്ങളെ മുഴുവൻ ഞാൻ അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള ഫുർസാൻ കുതിരപ്പടയാളികളാക്കിയിട്ട് മാറ്റും എന്ന് അദ്ദേഹം എന്ത് ചെയ്തു, ശപഥം ചെയ്തു പറഞ്ഞു. പക്ഷേ ഇൻഷാ അള്ളാഹ് വിട്ടുപോയി. അതിനാൽ തന്നെ അദ്ദേഹം പരീക്ഷിക്കപ്പെട്ടു. ഇൻഷാ അള്ളാഹ് മറന്നു എന്നുള്ളത് പരീക്ഷണത്തിൻ്റെ ഒരു വിഷയം. അതിനാൽ തന്നെ അദ്ദേഹം തേടിയ ലക്ഷ്യമാക്കിയ കാര്യങ്ങളൊന്നും നടന്നില്ല. അതാ പരീക്ഷണത്തിൻ്റെ ദുരന്ത ഫലം. മാത്രമല്ല, ലക്ഷ്യം നേടിയില്ല എന്ന് മാത്രമല്ല, ഒരു കുഞ്ഞുണ്ടായത് തന്നെ അത് ഒരു ഭാഗം മാത്രം, ഒരു പൂർണ്ണരൂപമല്ല. അപ്പോൾ അദ്ദേഹത്തിന് കാര്യം ബോധ്യപ്പെട്ടു. അദ്ദേഹം ചെയ്തു, പശ്ചാത്തപിച്ചു മടങ്ങി, ഖേദിച്ചു മടങ്ങി. അതാണ് വലഖദ് ഫതന്ന സുലൈമാന വഅൽഖൈന അലാ കുർസിയിഹി ജസദൻ സുമ്മ അനാബ്. ഇപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, ഖുറൈശികൾ വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആവശ്യപ്പെട്ടില്ല കുറേ കാര്യങ്ങൾ പറഞ്ഞു. റൂഹിനെ കുറിച്ച് ചോദിച്ചു, അതേപോലെ തന്നെ ദുൽഖർനൈനെ കുറിച്ച് ചോദിച്ചു, അതേപോലെ തന്നെ ഗുഹാവാസികളെ കുറിച്ച് ചോദിച്ചു. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആ ചോദ്യം അവർ ഉന്നയിച്ചു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് നാളെ പറയാമെന്ന് പറഞ്ഞു. പക്ഷേ ഇൻഷാ അല്ലാഹ് മറന്നുപോയി, ഇൻഷാ അല്ലാഹ് പറഞ്ഞില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നാളെ പറയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഹി അനുസരിച്ചാണ് പറയേണ്ടത്. ഇൻഷാ അല്ലാഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് വിട്ടുപോയതിനാൽ ആ വിഷയത്തിൽ വഹി ഇറങ്ങാൻ വൈകി ദിവസങ്ങളെടുത്തു. അത് അള്ളാഹുവിൽ നിന്നുള്ള പരീക്ഷണമാണ്. അതേപോലെ സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാമക്ക് പരീക്ഷണം ഉണ്ടായി. പക്ഷേ അദ്ദേഹത്തിന് തൻ്റെ വീഴ്ച ബോധ്യപ്പെട്ടപ്പോൾ അദ്ദേഹം അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങി എന്നുള്ളതാണ് ഇവിടെ ഈ ആയത്തിൻ്റെ വിഷയത്തിൽ സുലൈമാൻ നബിക്കേറ്റ പരീക്ഷണം എന്ത്, അതിൻ്റെ രൂപം എങ്ങനെയായിരുന്നു, അതിനെ തുടർന്ന് എന്തുണ്ടായി എന്നുള്ള വിഷയത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞു. ഈ ആയത്തിൻ്റെ തഫ്സീറിൽ കുറേ കഥകൾ കാണാൻ സാധിക്കും. പക്ഷെ അതൊക്കെ സത്യത്തിൽ നിന്ന് ബഹുദൂരാണ്. ഞാൻ ഈ ബൈബിൾ തൗറാത്തിനെയും അതേപോലെ ബൈബിൾ പുസ്തകങ്ങളെ ആസ്പദമാക്കിയിട്ട് തഫ്സീർ എഴുതിയ തഫ്സീറുകൾ വായിച്ചു. അപ്പോൾ അതിൽ ബൈബിളിൽ കുറേ കഥകളുണ്ട് സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുമായി ബന്ധപ്പെട്ടും ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുമായി ബന്ധപ്പെട്ടും അല്ലേ. ഈ മഹത്തുക്കളായ പ്രവാചകന്മാരെ ഇങ്ങോട്ട് മോശപ്പെടുത്താൻ എന്തൊക്കെ കഥകളുണ്ട്, അത് മുഴുവൻ ഏറെക്കുറെ നമുക്ക് വായിക്കാൻ സാധിക്കും. ഈ ഇസ്രായേലി കഥകളെ എടുത്തിട്ടാണ് പല തഫ്സീറുകളിലും ചില ചരിത്ര റിപ്പോർട്ടുകൾ കൊടുത്തിട്ട്. അതിലൊന്നാണ് എന്താണ് സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിക്ക് ഏറ്റ പരീക്ഷണം. അദ്ദേഹത്തിനൊരു കുട്ടി ഉണ്ടായി, സുലൈമാൻ നബിക്ക് ഒരു കുട്ടി ഉണ്ടായി. അപ്പോൾ ആ കുട്ടി എന്ത് ചെയ്തു, ശൈത്താന്മാർ അല്ലെങ്കിൽ ആളുകൾ അപകടപ്പെടുത്തുന്നു എന്ന് പേടിച്ച് സുലൈമാൻ നബി കാർമേഘത്തിൽ ഈ കുഞ്ഞിനെ ഒളിപ്പിച്ചു എന്നാണ്. കാർമേഘത്തിന് കുഞ്ഞിനെ ഏൽപ്പിച്ചു. കാർമേഘം കുഞ്ഞിനെ പോറ്റി വളർത്തുന്നതിന് വേണ്ടി, മനസ്സിലായില്ലേ. അപ്പോൾ എന്ത് ചെയ്തു, ആ കുഞ്ഞിന് കാർമേഘത്തിൽ മരണമുണ്ടായി. കാർമേഘം കുഞ്ഞിനെ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കുർസിയിൽ കൊണ്ടിട്ടു. അപ്പോൾ അതിലെന്താണ് പരീക്ഷണം അള്ളാഹുവിൽ ആശ്രയിക്കേണ്ടിയിരുന്നു, അവലംബിക്കേണ്ടിയിരുന്നു ഈ കുഞ്ഞ് പിശാചിനാൽ ഉപദ്രവിക്കപ്പെടുന്ന വിഷയത്തിൽ. പക്ഷേ അതില്ലാതെ അദ്ദേഹം കാർമേഘത്തെ അവലംബിച്ചത് കാരണത്താൽ ആ കുഞ്ഞ് മരണത്തിന് കീഴ്പ്പെടുകയും ആ കുഞ്ഞിനെ കാർമുകിൽ അദ്ദേഹത്തിൻ്റെ കുർസിയിൽ കൊണ്ടിടുകയും ചെയ്തു. അത് ബോധ്യപ്പെട്ടപ്പോൾ സുമ്മാനാബ്, അദ്ദേഹം ഖേദിച്ചു മടങ്ങിയെന്നാണ്. ഇതൊക്കെ കഥകളാണ്. അതേപോലെ വേറൊരു വിഷയം ഈ വിഷയത്തിൽ എന്താണ് സുലൈമാൻ നബിക്ക് ഏറ്റ പരീക്ഷണം, അത് സഅദൂൻ എന്ന് പറയുന്ന രാജാവിൻ്റെ മകൾ ജറാദ എന്ന പെണ്ണിനെ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം വിവാഹം കഴിച്ചിരുന്നു. ഈ ജറാദ
പിന്നെ അതീവ സുന്ദരിയായിരുന്നു. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് വളരെ മനസ്സിന് ഇമ്പം മാറുന്ന പിന്നെ സ്നേഹം ഉണ്ടായിരുന്ന ഒരു പെണ്ണായിരുന്നു. ഈ ജറാദ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മനസ്സിനെ അടക്കി വാണ് പിന്നെ അവൾക്ക് സുലൈമാൻ നബി സ്വാർത്ഥമായപ്പോൾ അവൾ ഇന്നും വിഷണ്ണയാണ്, ദുഃഖഭരിതയാണ്. കാരണം സഅദൂനെ കൊന്നിട്ടാണ് ഇവളെ പിടിച്ചത്. ആര്? സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം. ഒക്കെ കഥയാണ്. അപ്പോൾ സഅദൂനെ കുറിച്ചുള്ള വിചാരത്തിലാണ് ഈ പെണ്ണ് ജറാദ എന്നും വിഷണ്ണയായി കരഞ്ഞ് കാണപ്പെടുന്നത്. അപ്പോൾ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇവളോടുള്ള ഇഷ്ടം കാരണത്താൽ എന്ത് ചെയ്യണം, അവളോട് ചോദിക്കുകയാണ് എന്താണ് എൻ്റെ പ്രശ്നം. അപ്പോൾ പറയുകയാണ് എൻ്റെ പിതാവ് സഅദൂനെ ഓർമ്മിച്ചാണ് ഞാൻ കരയുന്നത്. അപ്പോൾ അവൾ ആവശ്യപ്പെട്ട് സഅദൂൻ്റെ ഒരു പ്രതിമ ഉണ്ടാക്കി തരാൻ. കാരണം സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് പിന്നെ ഷെയ്ത്താന്മാരെന്തുണ്ട്, ഈ മിഹ്റാബുകൾ തിംസാലുകൾ അതൊക്കെ ഉണ്ടാക്കി കൊടുക്കണമല്ലോ. അപ്പോൾ സഅദൂൻ്റെ ഒരു പ്രതിമ ഉണ്ടാക്കി തരാൻ പറഞ്ഞു. അങ്ങനെ സഅദൂൻ്റെ പ്രതിമ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞതനുസരിച്ച് പിശാചുക്കൾ ഉണ്ടാക്കി കൊടുത്തപ്പോൾ സുലൈമാൻ നബി അറിയാതെ ഈ പ്രതിമയെ വണങ്ങുകയും പ്രണമിക്കുകയും ചെയ്യുന്നു ഈ ജറാദയും അവളുടെ തോഴിമാരും എന്നുള്ളത്. 40 ദിവസത്തോളം അങ്ങനെ നടന്നു എന്നാണ്. പിന്നെയാണ് സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം അറിയുന്നത്. അതിൽ പിന്നെയാണ് ജറാദ ഇസ്ലാം സ്വീകരിക്കുന്നത്. ഏതായാലും പിന്നെ ഈ ബിംബം, സഅദൂൻ്റെ ബിംബം, അത് പിന്നെ ഈ സുലൈമാൻ നബിയുടെ കുർസിയിൽ പിന്നെ കൊണ്ടിടുന്ന ഒരു വിഷയം, അങ്ങനെ ഒരു കഥ ഇതിൻ്റെ പേരിലൊക്കെ കഥകളാണ്. അതേപോലെ തന്നെ വേറെയുണ്ട്. സഅദൂനോടുള്ള പ്രേമം കാരണത്താൽ അവളെ പിന്നെ അശുദ്ധി കാലത്ത് വരെ സുലൈമാൻ നബി പ്രാപിച്ചു. അതായിരുന്നു പരീക്ഷണം. പിന്നെ ഇങ്ങനെയൊക്കെ ഓരോരോരോ വിഷയങ്ങൾ, പിന്നെ കുറേ കഥകളാണ്. അതൊക്കെയും എന്താണ്, വാസ്തവ വിരുദ്ധമാണ്. ഒരു പ്രവാചകൻ്റെ മക്കാമിനോട് പിന്നെ പ്രവാചകത്വത്തിൻ്റെ മക്കാമിനോട് നിരക്കാത്ത രീതിയിലുള്ള അതായ കുറേ പിന്നെ സംഭവങ്ങൾ പിന്നെ പറയപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഏതായാലും അതൊക്കെ എന്താണ് ഈ വിഷയത്തിൽ ശരിയല്ല, വിശ്വാസയോഗ്യമല്ല. അതുകൊണ്ട് പ്രാമാണികരായ പല മുഫസ്സിരികളും പറഞ്ഞത് അത്തരം കഥകളൊന്നും ആശ്രയിക്കാൻ പാടുള്ളതല്ല. പറയപ്പെട്ടതിൽ ഏറ്റവും ശരിയോടെ അടുത്തവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നുള്ള ഒരു പിന്നെ തിരുമൊഴിയുടെ അടിസ്ഥാനത്തിൽ സ്വീകാര്യയോഗ്യമായിട്ടുള്ളത് എന്താണ് ഈ പറയപ്പെട്ട ആദ്യം പറഞ്ഞ അതാണ്. വലഖദ് ഫതന്ന സുലൈമാന വഅൽഖൈന അലാ കുർസി ജസദൻ സുമ്മ അനാബ് എന്ന ആയത്തിൻ്റെ വിഷയത്തിൽ ആ ഒരു ഇൻഷാ അല്ലാഹ് പറയാതെ തൻ്റെ ഭാര്യമാരെ പ്രാപിച്ച് പിന്നെ ആ ഒരു പിന്നെ അർദ്ധഭാഗമായ ഒരു മനുഷ്യ കുഞ്ഞിനാനുള്ള പരീക്ഷണം, അതാണ് ഇവിടുത്തെ വിഷയം എന്നാണ്. വലഖദ് ഫതന്ന സുലൈമാന വഅൽഖൈന അലാ കുർസിയിഹി ജസദൻ സുമ്മ അനാബ്. ഏതായാലും സുമ്മ അനാബ്, സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാം എന്ത് ചെയ്തിട്ടുണ്ട്, അള്ളാഹുവിൽ നിന്നുള്ള പരീക്ഷണത്തിന് വിധേയമായിട്ടുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ ഒരു പിന്നെ വീഴ്ചയാലാണ് എന്നുള്ളതാണ് അതറിയിക്കുന്നത്. സുമ്മ അനാബ് അദ്ദേഹത്തിൻ്റെ ഈ പിന്നെ അള്ളാഹുവിലേക്കുള്ള ഖേദിച്ച് മടങ്ങുന്ന വിഷയമാണ് സുമ്മ അനാബ്. എങ്ങനെയാണ് സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാമയിൽ നിന്ന് ഇനാബത്ത് ഖേദിച്ച് മടങ്ങലുണ്ടായത്? അതാണ് തുടർന്ന് പറയുന്നത്. ഖാല റബ്ബി ഗഫിർലി വഹബ്ലി മുൽകൻ ലാ യൻബഗി ലി അഹദിൻ മിൻ ബഅദി ഇന്നക അൻതൽ വഹാബ്. ഖാല അദ്ദേഹം പറഞ്ഞു, പ്രാർത്ഥിച്ചു. ഖാല സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, പ്രാർത്ഥിച്ചു. എന്ത്? റബ്ബി ഗഫിർലി, റബ്ബി എൻ്റെ റബ്ബേ, ഇഗ്ഫിർലി നീ എനിക്ക് പൊറുക്കണമേ. റബ്ബി ഗഫിർലി എൻ്റെ റബ്ബേ നീ എനിക്ക് പൊറുക്കണമേ. അതാണ് അദ്ദേഹത്തിൻ്റെ ഖേദിച്ച് മടങ്ങുന്നതിൻ്റെ പ്രയോഗം. വഹബ്ലി മുൽക്കൻ ലാ യൻബഗി ലി അഹദിൻ മിൻ ബഅദി. വഹബ്ലി നീ എനിക്ക്, ഹബ് എന്ന് പറഞ്ഞാൽ എന്താ? ഹബ് ഇന്നലെ നമുക്ക് വന്നില്ലേ? വഹബ, വഹബിന, അള്ളാഹു വഹാബാണ്. വഹബിന, എന്താ വഹബിന? പിന്നെ അഹ്റാദ് ഒന്നുമില്ലാതെ, അതേപോലെ അവാദ് പകരമൊന്നും പ്രതീക്ഷിക്കാതെയുള്ള ദാനം, അതാണ് പിന്നെ ഹിബത്ത്. അവിടെ വഹബ് ലി, ഹബ് എന്നാണ്. ഹബ് വാവുൽ അത്ഫാണ്. വഹബ് നീ എനിക്ക് ദാനമായി ഏകുകയും ചെയ്യണമേ എനിക്ക്. വഹബ് ലി, ഹബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അവിടെ വാവുണ്ട്, പിന്നെ ഹബ് എന്നുള്ള കൽപ്പനക്രിയയുണ്ട്. ഹബ്, അപ്പോൾ ഹബ് നീ എനിക്ക് ദാനമായി നൽകണമേ. വഹബ്, ഹബ് എന്ന് പറഞ്ഞാൽ നീ ദാനമായി നൽകണമേ. ലി എനിക്ക്, വഹബ് ലി നീ എനിക്ക് ദാനമായി നൽകുകയും ചെയ്യണമേ. മുൽക്കൻ, മുൽക്ക്, മുൽക്ക് എന്ന് പറഞ്ഞാൽ മുലൂക്കിയത്ത്, രാജാധികാരം, രാജാധികാരം. വഹബ് ലി നീ എനിക്ക് ദാനമായി നൽകുകയും ചെയ്യണമേ. മുൽക്കൻ, മുൽക്കിനെ, രാജാധികാരത്തെ.
ലാ യംബഗി ലി അഹദിൻ മിൻ ബഅദി. എങ്ങനെയുള്ള മുൽക്കാണ്? ലാ യംബഗി ലി അഹദിൻ മിൻ ബഅദി, എൻ്റെ ശേഷം. മിൻ ബഅദിയാണ് എൻ്റെ ശേഷം. ലി അഹദിൻ, ഒരാൾക്കുമേ. ലാ യംബഗി എന്ന് പറഞ്ഞാൽ ലാ യുഅതി അല്ലെങ്കിൽ ലാ യുഅത എന്നൊക്കെ അർത്ഥം, നൽകപ്പെടാത്ത. ലാ യംബഗി എന്ന് പറഞ്ഞാൽ ഉദ്ദേശപ്പെടാത്തതാണ്. ലാ യംബഗി എന്ന് പറഞ്ഞാൽ നൽകപ്പെടാത്ത എന്നുള്ള ഉദ്ദേശം. ലി അഹദിൻ, യാതൊരാൾക്കും മിൻ ബഅദി, എൻ്റെ ശേഷം. അല്ലെങ്കിൽ ലാ യംബഗി എന്ന് പറഞ്ഞാൽ തരപ്പെടാത്ത എന്ന് പറയാം. ലാ യംബഗി, തരപ്പെടാത്ത, അതൊക്കെ അതിൻ്റെ പ്രയോഗം. ബഗ, ഇംബഗ. അപ്പോൾ മുൽക്കൻ ലാ യംബഗി ലി അഹദിൻ മിൻ ബഅദി, എൻ്റെ ശേഷം യാതൊരാൾക്കും തരപ്പെടാതുള്ള. ലാ യംബഗി എന്ന് പറഞ്ഞാൽ തരപ്പെടാതുള്ള മുൽക്കൻ, മുൽക്കിനെ ഹബ്ലി, നീ എനിക്ക് ദാനമായി നൽകണമേ. ഇന്നക അൻതൽ വഹാബ്, ഇന്നക തീർച്ചയായും നീ. ആ തീർച്ചയായും നീ എന്നുള്ളതിന് കാരണം നീ എന്ന് അർത്ഥമുണ്ട്. ഇന്ന എന്നുള്ളത് തൗക്കീദിനും തഅലീലിനും ഒരുപോലെ. ഇന്നക അൻതൽ വഹാബ്, ഇന്നക തീർച്ചയായും നീ, അൻത നീ തന്നെ ആകുന്നു, അൽ വഹാബ്. ഉണ്ടോ, നമ്മൾ പറഞ്ഞല്ലേ ഹബ് എന്നുള്ളത് അൽ വഹാബ്. വഹാബ് എന്നുള്ള അള്ളാഹിൻ്റെ നാമാണ്. അള്ളാഹു അഹ്റാദോ അഅവാദ് ഒന്നും അല്ലാതെ ദാനം നൽകുന്ന, യഥേഷ്ടം ദാനം നൽകുന്നവനാണ്. അപ്പം അങ്ങനെയുള്ള അള്ളാഹു ആണല്ലോ നീ. അതിനാൽ നീ എനിക്ക് എൻ്റെ പാപങ്ങൾ പൊറുക്കണമേ. പിന്നെ വഹബ് ഹദി മിൻ ബഅദി, എൻ്റെ കാലശേഷം യാതൊരാൾക്കും തരപ്പെടാത്ത രീതിയിലുള്ള മുൽക്കിനെ ഏകണമേ. സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കഥ നമ്മൾ പറഞ്ഞ 6 സൂറത്തുകളിലുണ്ട് എന്ന് പറഞ്ഞു. ഈ 6 സൂറത്തുകളിൽ പിന്നെ സൂറത്തുൽ ബഖറയിൽ ഒരു വിഷയം പരാമർശിച്ചിട്ടുണ്ട്. വത്തബഉ മാ തത്ലു ശയാത്തീനു അലാ മുൽക്കി സുലൈമാൻ എന്ന് പറഞ്ഞിട്ട്. പിന്നെ സൂറത്തു അൽ ആമിൽ പേര് മാത്രമാണ് പരാമർശിച്ചിട്ടുള്ളത്. പിന്നെ സൂറത്തുൽ അംബിയയിലും സൂറത്ത് സബയിലും സൂറത്തു നംലിലും പിന്നെ സൂറത്ത് സ്വാദിലും പല വിഷയങ്ങൾ എന്തുണ്ട്, പല വിഷയങ്ങൾ പിന്നെ വിശദീകരിച്ചിട്ടുണ്ട്. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഒരു ദുആ ഇവിടെ നമ്മൾ വായിക്കുന്നുണ്ട്. റബ്ബി ഗ്ഫിർലി വഹബ് ലി മുൽക്കൻ ലാ യംബഗി ലി അഹദിൻ മിൻ ബഅദി ഇന്നക അൻതൽ വഹാബ്. അത് അദ്ദേഹം എങ്ങനെയാണ് ഖേദിച്ച് മടങ്ങിയത് എന്നുള്ളതിനെ വിശദീകരിക്കുന്ന ദുആയാണ്. മറ്റൊരു ദുആ സൂറത്ത് നംലിലാണ് നമ്മൾ വായിക്കുന്നത്. അതെന്താണ്? ഫതബസ്സമ ضاحكا من قولها وقال ربي أوزعني أن أشكر نعمتك التي أنعمت علي وعلى والدي وأن أعمل صالحا ترضاه وأن أعمل صالحا ترضاه എന്ന് തുടങ്ങിയിട്ടുള്ള ദുആയാണ്. അവിടെ പിന്നെ ഉറുമ്പിൻ്റെ സംസാരം കേട്ടപ്പോൾ പിന്നെ ഉറുമ്പ് പറഞ്ഞില്ലേ, അയ്യുഹന്നംലു ഉദ്ഖുലു മസാക്കിനക്കും, ഉറുമ്പുകളെ നിങ്ങളെല്ലാവരും താമസ സ്ഥലത്തേക്ക് പ്രവേശിച്ചോളൂ. ലാ യഹ്തിമന്നക്കും സുലൈമാനു വജുനൂദുഹു, സുലൈമാനും സൈന്യവും പിന്നെ നിങ്ങളെ ചവിട്ടി മെതിക്കാതിരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഉറുമ്പ് സംസാരിച്ചപ്പോൾ ആ സംസാരം കേട്ടപ്പോൾ ഫതബസ്സമ ضاحكا من قولها, ഉറുമ്പിൻ്റെ സംസാരം കേട്ടിട്ട് അദ്ദേഹം പുഞ്ചിരി തൂകി എന്നാണ്. എന്നിട്ട് പിന്നെ അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയാണിത്, റബ്ബി ഔസിഅനി അൻ അഷ്കുറ നിഅമതക അല്ലതി അൻഅംത അലയ്യ വഅലാ വാലിദൈ, പിന്നെ വ അൻ അഅമല സ്വാലിഹൻ തർളാഹു, റബ്ബേ നീ എനിക്കും എൻ്റെ മാതാപിതാക്കൾക്കും അരുളിയ അനുഗ്രഹത്തിന് നന്ദി പ്രകാശിപ്പിക്കുവാനുള്ള ഒരു ഉദവിയേകണമേ. നീ ഇഷ്ടപ്പെടുന്ന പ്രവൃത്തി അനുഷ്ഠിക്കുവാൻ അതിനുള്ള ഉദവിയും നീ എനിക്ക് തരയണമേ. പിന്നെ വഅദ്ഖിൽനി ഫി റഹ്മതിക വഅദ്ഖിൽനി ബിറഹ്മതിക ഫി ഇബാദിക സ്വാലിഹീൻ, നിൻ്റെ കാരുണ്യാതിരേകത്താൽ നിൻ്റെ സൽവൃദ്ധരായ ദാസന്മാരിൽ വഅദ്ഖിൽനി ബിറഹ്മതിക, നീ എന്നെ പ്രവേശിപ്പിക്കുകയും ചെയ്യണമേ. ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ടുണ്ട്. നല്ല അർത്ഥ ഗാംഭീര്യമുള്ള, മാത്രമല്ല നല്ല പിന്നെ ഇഹപര സൗഭാഗ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതായ ദുആയാണ് സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ദുആ. ഈ ദുആയും ആ പറയപ്പെട്ട ദുആയും അത് സൂറത്ത് നംലിലാണ് പറഞ്ഞത്. ഇവിടെ നോക്കി നിങ്ങൾ റബ്ബി ഗ്ഫിർലി ഉണ്ടോ, അദ്ദേഹത്തിൻ്റെ ദീനിന് വേണ്ടിയാണ് ആദ്യം പ്രാർത്ഥിച്ചത്. റബ്ബി ഗ്ഫിർലി അത് അദ്ദേഹത്തിൻ്റെ ദീനി വിഷയത്തിൻ്റെ പ്രാർത്ഥനയാണ്. വഹബ്ലി മുൽക്കൻ, നീ എനിക്ക് മുൽക്കിനെ നൽകണമേ എന്നാണ്. മുൽക്ക് ഭരണമാണ്, അധികാരം. അത് അദ്ദേഹത്തിൻ്റെ എന്തിനു വേണ്ടിയാണ്? ദുനിയാവിന് വേണ്ടിയാണോ ദീനിന് വേണ്ടിയാണോ? അദ്ദേഹം ഇവിടെ മുൽക്കിന് അധികാരം ചോദിച്ചു. എങ്ങനെയുള്ള മുൽക്ക ചോദിച്ചത്? ലാ യംബഗി ലി അഹദിൻ മിൻ ബഅദി, അദ്ദേഹത്തിന് ശേഷം ആർക്കും തരപ്പെടാത്ത രീതിയിലുള്ളതായ മുൽക്കിനെയാണ് ചോദിച്ചത്. അപ്പോൾ അത് അദ്ദേഹം ദീനിന് വേണ്ടിയാണോ ചോദിച്ചത്, ദുനിയാവിന് വേണ്ടിയാണോ ചോദിച്ചത്? ദുനിയാവിന് വേണ്ടിയാണ് ചോദിച്ചത് എങ്കിൽ അങ്ങനെ ദുനിയാവ് ചോദിക്കാൻ പാടുണ്ടോ? ദുനിയാവ് ഇങ്ങനെ ചോദിക്കാൻ പാടുണ്ടോ?
എന്തതിന് മറുപടി പറയും? ചിലർ പറഞ്ഞാൽ ആദ്യം അദ്ദേഹം തൻ്റെ ദീനിന് വേണ്ടി ചോദിച്ചു, പിന്നെ അദ്ദേഹം ദുനിയാവിന് വേണ്ടി ചോദിച്ചു എന്നാണ്. യഥാർത്ഥത്തിൽ അദ്ദേഹം ചോദിച്ചതൊക്കെയും അദ്ദേഹത്തിൻ്റെ ദീനിന് വേണ്ടിയാണ്. സുലൈമാൻ നബിയാണ്, രാജാവാണ്, ശരിയാണ്. അതോടൊപ്പം അദ്ദേഹം നബിയാണ്. അദ്ദേഹം വഹബിലി മുൽക്കൻ, നീ എനിക്ക് മുൽക്കനെ തരയണമേ ലാ യംബഗി ലി അഹദി മിൻ ബഅദി എന്ന് പറയുമ്പോൾ അത് അദ്ദേഹം ഒരു മുഅ്ജിസത്താണ് ചോദിക്കുന്നത്, അള്ളാഹിനോട് ഒരു മുഅ്ജിസത്താണ് ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് നൽകിയ മുൽക്ക് അന്ന് അതൊരു മുഅ്ജിസത്താണ്. അദ്ദേഹം നബിയാണ് എന്നതിൻ്റെ ഒരു തെളിവ് കൂടിയാണ്. അപ്പോൾ അദ്ദേഹം മുൽക്കിനെ ചോദിച്ചത് അദ്ദേഹത്തിന് സമ്പാദ്യമായിട്ടോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് സ്വാർത്ഥമായിട്ടോ ദുനിയവിയായിട്ടൊരു സ്വാർത്ഥതയ്ക്ക് വേണ്ടിയോ ചോദിച്ചതല്ല. കാരണം ദാവൂദ് നബിയുടെയും സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെയൊക്കെ ചരിത്രത്തിൽ അവരൊക്കെ രാജാവാണ്, നബിയാണ്, ഒപ്പം സ്വന്തം അധ്വാനം കൊണ്ട് ജീവിക്കുന്നവരാണ്, സ്വന്തം അധ്വാനത്തിൽ ജീവിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ അവർ മുൽക്ക് സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ട് ചോദിച്ചു എന്നുള്ളത് വരില്ല മറ്റു മനുഷ്യന്മാരെ പോലെ. പിന്നെയോ ഈ മുൽക്കിനെ ചോദിച്ചത് അദ്ദേഹത്തിന് ഒരു മുഅ്ജിസത്ത് എന്ന നിലക്കാണ്. അപ്പോൾ ജനങ്ങളുടെ ഹിദായത്താണ് അവരുടെ വിഷയം. മുഅ്ജിസത്ത് എന്തിനാ? താൻ പ്രവാചകനാണ്, താൻ സത്യമാണ് പറയുന്നത് എന്നതിൻ്റെ തെളിവാണെന്ത്? മുഅ്ജിസത്ത്. എന്തിനാ മുഅ്ജിസത്ത് കാണിക്കുന്നത്? അതുകൊണ്ട് മനുഷ്യന്മാർ ഹിദായത്തിലേക്ക് വരാനാണ്. അല്ലേ? സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കാലത്തിൽ, ഇപ്പോൾ ഓരോ നബിമാരുടെയും കാലത്ത് അന്ന് എന്താണോ ആളുകൾക്കിടയിൽ പ്രശസ്തമായിട്ടുള്ള കാര്യം, അതിനനുസരിച്ചാണ് മുഅ്ജിസത്ത്. ഇപ്പോൾ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കാലത്ത് ഈ മാജിക്കാണ്, മാരണ ജ്യോത്സ്യ പ്രവൃത്തികളാണ് ആളുകൾക്ക്. അപ്പോൾ അതിനനുസരിച്ചുള്ള മുഅ്ജിസത്താണ് സുലൈമാൻ നബിക്ക് കൊടുത്തത്. വടിയിട്ടൽ പാമ്പാവുക, കൈ പാർശ്വത്തിൽ വെച്ചിട്ടുണ്ടെങ്കിൽ വെട്ടത്തിൽ തിളങ്ങി കാണുക. അതല്ലേ? ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കാലത്ത് വൈദ്യശാസ്ത്രമാണ്. അതുകൊണ്ട് തന്നെ അതിനിണങ്ങുന്ന മുഅ്ജിസത്ത് നൽകിയത്. പാണ്ഡരോഗിയെ സുഖപ്പെടുത്തുക, ബ്ലൈൻഡിനെ സുഖപ്പെടുത്തുക, മരിച്ചവരെ അള്ളാഹിൻ്റെ ഇതിന് പ്രകാരം ജീവിപ്പിക്കുക തുടങ്ങിയ കാര്യങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് സാഹിത്യകാരന്മാരാണ്, ഗദ്യത്തിലും പദ്യത്തിലും വിശ്രുതരായ ആളുകളാണ്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഅ്ജിസത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താണ്? ആ സാഹിത്യ ലോകത്തെ വെല്ലുവിളിക്കുന്ന വിശുദ്ധ വചനങ്ങളാണ്. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കാലത്ത് അധികാരികളാണ്. ഇപ്പോൾ സബയിലെ രാജ്ഞി ബൽഖൈസ് ബിന്ത് ഷറാഹീൽ എന്ന് പറയുന്ന സ്ത്രീ, അവർ അവരുടെ അർഷിനെ കുറിച്ച് പറഞ്ഞില്ലേ, അയ്യുക്കും യതീനി ബി അർഷിഹ എന്നാണ് ചോദിച്ചത് സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാം. അവളുടെ അർഷ്, ബൽഖൈസിൻ്റെ അർഷ് ആര് കൊണ്ടുവരും? അപ്പോൾ അന്ന് അങ്ങനെ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയണമെന്നുണ്ടെങ്കിൽ സബയിൽ അവർക്ക് ഗംഭീരമായൊരു അർഷുണ്ട്. ആ അർഷിൽ ഭരണം നടത്തുന്ന ആളാണ് ആര്? സബയിലെ രാജ്ഞി. അപ്പോൾ അന്ന് ഭരണാധികാരികൾ ഭരണത്തിൽ വളരെ പ്രൗഢമായി, വളരെ ഗംഭീരമായി ആളുകൾക്കിടയിൽ അറിയപ്പെടുന്ന ഒരു വിഭാഗമാണ്. അതുകൊണ്ട് തന്നെ സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാമക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനനുസരിച്ചുള്ള മുഅ്ജിസത്താണ് അദ്ദേഹം തേടിയത്. വഹബിലി മുൽക്കൻ, എനിക്ക് മുൽക്കിനെ നൽകണമേ ലാ യംബഗി ലി അഹദിൻ മിൻ ബഅദി. അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് മുഅ്ജിസത്തായി നൽകിയത് അങ്ങനത്തെ ഒരു മുൽക്കാണ്. മനസ്സിലായില്ല? അതിന് ഇവിടെ നമുക്ക് വരും, തുടർന്ന് വചനങ്ങളിൽ വരും. അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് അംബിയായിൽ ആ മുഅ്ജിസത്തുകളെ കുറിച്ച് പറഞ്ഞു. അതേപോലെ സൂറത്ത് സബയിൽ പറഞ്ഞു. പ്രത്യേകിച്ച് അദ്ദേഹത്തിന് നൽകിയ കാറ്റ്, വലി സുലൈമാൻ അർ-റീഹ, അത് സൂറത്ത് അംബിയായിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. വലി സുലൈമാൻ അർ-റീഹ ആസിഫതൻ. അതേപോലെ തന്നെ സൂറത്ത് സബയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വലി സുലൈമാൻ അർ-റീഹ ഗുദുവുഹാ ഷഹ്റുൻ എന്ന് പറഞ്ഞ്. അപ്പോൾ അതല്ലാത്ത വേറെയുണ്ട്, വേറെയും ഉണ്ട്. നമുക്ക് ഇൻഷാ അല്ലാഹ് ഇതിൻ്റെ തുടർച്ചയിൽ വരും. അപ്പോൾ ഇവിടെ ദുനിയാവ് തേടി സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാം ദുനിയാവിൽ പൂതി വെച്ചു എന്ന് പറയാൻ പറ്റില്ല. സുലൈമാൻ നബി ചോദിച്ചത് എന്താണ്? മുഅ്ജിസത്താണ് ചോദിച്ചത്, ആ കാലഘട്ടത്തിന് ഇണങ്ങും വിധമുള്ള മുഅ്ജിസത്ത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഒന്ന് ദുനിയാവിന് തേടി, പിന്നെ അദ്ദേഹത്തിൻ്റെ ദീനിന് വേണ്ടി തേടി, പിന്നെ ദുനിയാവിന് വേണ്ടി തേടി എന്നുള്ളതല്ല. പിന്നെയോ അദ്ദേഹം ദീനിന് വേണ്ടിയിട്ട് തന്നെ തേടിയത്. ആളുകളുടെ ഹിദായത്തിനാണ് മുഅ്ജിസത്ത്, നുബുവത്തിനെ സത്യപ്പെടുത്തുന്നതിന് വേണ്ടി. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹം വഹബിലി മുൽക്കൻ ലാ യംബഗി ലി അഹദിൻ മിൻ ബഅദി ഇന്നക അൻതൽ വഹാബ്. പിന്നെ അദ്ദേഹം ചോദിച്ച ഈ മുൽക്ക് രാജഭരണമാണ്. മുൽക്ക് മുലൂക്കിയത്ത്, അതിന് മുൽക്ക് എന്ന് പറയും, മുലൂക്കിയത്ത് എന്ന് പറയും. രാജഭരണം ലഭിച്ച് മലിക്കായിരുന്നു സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു ഖിലാഫത്തുൻ നുബുവ 30 ഷഹ്റൻ. ഖിലാഫത്തുൻ നുബുവ 30 ഷഹ്റൻ. നുബുവത്തിനെ തുടർന്ന് ഖിലാഫത്ത് 30 വർഷമായിരിക്കും എന്ന് പറഞ്ഞു. നുബുവത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുള്ള പ്രവാചകത്വം.
നിസ്ലാസ്ലം തങ്ങളുടെ വിയോഗത്തോട് കൂടിയിട്ട് ഖിലാഫത്ത് വരും എന്നാണ്. ഖിലാഫത്ത് അത് 30 വർഷം എന്ന് പറഞ്ഞു. ഖിലാഫത്ത് നുബുവ സലാസൂന സന സുമ്മ യുത്തില്ലാഹു മുൽക്കഹു. 30 വർഷം ഖിലാഫത്താണെന്ന് പറഞ്ഞു. അപ്പോൾ അബൂബക്കർ റളിയല്ലാഹു തആലാനു, ഉമർ റളിയല്ലാഹു തആലാനു, ഉസ്മാൻ റളിയല്ലാഹു തആലാനു, അലി റളിയല്ലാഹു തആലാനു ഇവർ ഹസൻ്റെ ഒരു 6 മാസം കൂടി ചേർത്തിട്ടുണ്ടെങ്കിൽ 30 വർഷം ഭരണം നടത്തി. 30 വർഷം. പിന്നെ നിസ്ലാസ്ലം തങ്ങൾ പറഞ്ഞു ഖിലാഫത്തു നുബുവ, അനുഭവത്തിൻ്റെ തുടർന്നുള്ള ഖിലാഫത്ത് അത് 30 വർഷമായിരിക്കും. സുമ്മ യുത്തില്ലാഹു മുൽക്കഹു, പിന്നീട് അള്ളാഹു തൻ്റെ മുൽക്കിനെ നൽകുമെന്നാണ്. തൻ്റെ മുൽക്കിനെ നൽകും ലിമൻ യശാവിന് ഉദ്ദേശിക്കുന്നവർക്ക് എന്ന് പറഞ്ഞു. ആ മുൽക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയത് പിന്നെ ആർക്കാണ്? മുആവിയ റളിയല്ലാഹു അൻഹു, മുആവിയത്ത് ഇബ്നു അബീ സുഫ്യാൻ റളിയല്ലാഹു തആല അൻഹുമക്കാണ് നൽകിയത്. അപ്പോൾ ഖിലാഫത്ത് എന്നതുപോലെ എന്തുകൊണ്ട്? മുലൂക്കിയത്തുണ്ട്. മുആവിയനെ കുറിച്ച് പറയും അവ്വലു മുലൂക്കിൽ ഇസ്ലാം, ഇസ്ലാമിൻ്റെ രാജാക്കന്മാരിൽ ആദ്യത്തെ രാജാവാണ് ആര്? മുആവിയ. വ അഫ്ദലുഹും അദ്ദേഹമാണ് രാജാക്കന്മാരിൽ ഏറ്റവും ശ്രേഷ്ഠനും. കാരണം അദ്ദേഹം സഹാബിയായ മലിക്കാണ്, രാജാവാണ്. അപ്പോൾ മുലൂക്കിയത്ത് നമ്മളുടെ ഷറയിലുണ്ട്, നമ്മുടെ പൂർവികരുടെ ഷറയിലുണ്ട്. രാജഭരണം മുമ്പത്തെ ഷറയിലുണ്ട്. അതാണ് സുലൈമാൻ നബിയുടെയും ദാവൂദിൻ്റെയും ഒക്കെ ചരിത്രത്തിൽ നമ്മൾ വായിക്കുന്നത്. നമ്മളുടെ ഷറയിലുണ്ട്. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹിൻ്റെ മുൽക്ക് അവനുദ്ദേശിക്കുന്നവർക്ക് നൽകുമെന്ന് പറഞ്ഞത് സഹാബിക്കാണ് നൽകിയത്, മുആവിയക്ക്. അതുകൊണ്ട് തന്നെ അള്ളാഹു കനിഞ്ഞ മുൽക്കിനെയാണ് ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൂചിപ്പിക്കുന്നത്, കനിയാനിരിക്കുന്ന മുൽക്കിനെ കുറിച്ച്. അതുകൊണ്ട് തന്നെ ചില ആളുകൾ മുലൂക്കിയത്ത് അനിസ്ലാമികമാണ്, അനിസ്ലാമിക ഭരണവ്യവസ്ഥിതിയാണ് മുലൂക്കിയത്ത് എന്ന് പറയും. യഥാർത്ഥത്തിൽ അത് മഹാ അപരാധമാണ്. കാരണം മുലൂക്കിയത്ത് അത് പൂർവികരുടെ ഷറയിലുണ്ട്, നമ്മളുടെ ഷറയിലും എന്തുണ്ട്? അത് പൂർവികരുടെ ഇതിൽ അനുവദനീയമാണ്, നമ്മളുടെ ഇതിൽ അനനുവദനീയമാണെന്ന് പറയാൻ പറ്റില്ല. കാരണം സഹാബിയായ മുആവിയക്കാണ് അള്ളാഹു മുൽക്ക് നൽകിയത്. മുലൂക്കിയത്തായാലും ഖിലാഫത്തായാലും ഇനിയിപ്പോൾ ഇമാമത്ത് എന്ന് പറയും, ഇമാമത്തായാലും ചില എങ്ങനെ ഭരിക്കുന്നു, ആര് ഭരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനം. അള്ളാഹിൻ്റെ കിതാബ് അനുസരിച്ച് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്ത് അനുസരിച്ച് ഇസ്ലാമിക രീതിയിലുള്ള ഭരണമാണ് എങ്കിൽ പേരെന്ത് എന്നുള്ളതല്ല പ്രശ്നം, ഭരണം എങ്ങനെ എന്നുള്ളതാണ് വിഷയം. ഏതായാലും ഈ മുലൂക്കിയത്തിനെ കുറിച്ച് പലരും വളരെ തെറ്റായ കാഴ്ചപ്പാടുകൾ അവതരിപ്പിക്കും. അതൊരു ഇസ്ലാമിക വ്യവസ്ഥിതിയല്ല, ഇസ്ലാമികേതര വ്യവസ്ഥിതിയാണ് എന്ന നിലയ്ക്ക്. അത് ശരിയല്ല എന്നുള്ളത് മനസ്സിലാക്കാൻ കൂടിയാണ് ഞാൻ ഇവിടെ ഇത് ഉണർത്തിയത്. വഹബ് ലി മുൽക്കൻ ലാ യംബഗി ലി അഹദിൻ മിൻ ബഅദി ഇന്നക അൻതൽ വഹാബ്. അള്ളാഹു സുബ്ഹാനഹു വ തആല സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാമക്ക് ആ ദുആ പെട്ടെന്ന് കബൂലാക്കി ഉത്തരം ചെയ്തു എന്നുള്ളതാണ്. വഹബ് ലി മുൽക്കൻ ലാ യംബഗി ലി അഹദിൻ മിൻ ബഅദി ഇന്നക അൻതൽ വഹാബ്, അതല്ലേ ദുആ. പിന്നെ എൻ്റെ ശേഷം ആർക്കും തരപ്പെടാത്ത വിധമുള്ള സംഗതമാകാതെയുള്ള മുൽക്കിനെ തരയണമേ എന്നാണ് പറഞ്ഞത്. അള്ളാഹു പറയുന്നത് ഫസഖർന ഉണ്ടോ? ഫ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ആ ദുആ അതിനെ തുടർന്ന്, അല്ലെങ്കിൽ ആ ദുആ അത് കാരണത്താൽ, സഖർന നാം കീഴ്പ്പെടുത്തി, ലഹു അദ്ദേഹത്തിന്, ഫസഖർന ലഹു എന്നാൽ ഫസഖർന ലി സുലൈമാൻ, അതിനാൽ സുലൈമാനെ നാം കീഴ്പ്പെടുത്തി. ആരെ? അരീഹ കാറ്റിനെ, തജിരി ആ കാറ്റ് ഒഴുകും, അടിച്ചു വീശും. തജിരി ആ കാറ്റ് വീശും, ഒഴുകും. ബി അംരിഹി എന്ന് പറഞ്ഞാൽ ബി അംരിഹി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ അംറ് തലബ് പ്രകാരം, ആവശ്യപ്രകാരം, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ റഗ്ബത്ത് താല്പര്യപ്രകാരം, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൽപ്പന പ്രകാരം, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആവശ്യപ്രകാരം, തലബ് ദുആ വിളിപ്രകാരം, അങ്ങനെയൊക്കെ അതിന് അർത്ഥം പറഞ്ഞിട്ടുണ്ട് ബി അംരിഹി എന്നുള്ളതിന്. അതായത് ഫസഖർനോ ലഹു നാം അതിനാൽ അദ്ദേഹത്തിന് കീഴ്പ്പെടുത്തിയ റീഹ കാറ്റിനെ, തജ്രി ആ കാറ്റൊഴുകും, ബി അംരിഹി അദ്ദേഹത്തിൻ്റെ അംറ് പ്രകാരം, അംറ് കൊണ്ട്, അദ്ദേഹത്തിൻ്റെ അംറ് കൊണ്ട് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ തലബ് ആവശ്യപ്രകാരം, അല്ലെങ്കിൽ റഗ്ബത്തിഹി അദ്ദേഹത്തിൻ്റെ ആഗ്രഹപ്രകാരം, അല്ലെങ്കിൽ ദുആഇ അദ്ദേഹത്തിൻ്റെ വിളിപ്രകാരം, അദ്ദേഹം വിളിക്കുന്നതിനനുസരിച്ച്, ആഗ്രഹിക്കുന്നതിനനുസരിച്ച്, ആവശ്യപ്പെടുന്നതിനനുസരിച്ച് തജ്രീബി അംരിഹി ആ കാറ്റൊഴുകും എന്നാണ്. റുഹാഅൻ എന്ന് പറഞ്ഞാൽ റുഹാ എന്ന് പറഞ്ഞാൽ ലയ്യീനത്തൻ എന്ന് പറഞ്ഞാൽ മൃദുവായ നിലക്ക്. റുഹാഅൻ ഹാലാണ്. റുഹാഅൻ മൃദുവായ നിലക്ക്. ഹൈസു അസാബ് അസാബ എന്ന് പറഞ്ഞാൽ
അസാബ എന്നുള്ളത് സൗബിൽ നിന്നാണ്. സൗബ് എന്ന് പറഞ്ഞാൽ ഖസ്ദ്, ലക്ഷ്യം എന്നാണ് അർത്ഥം. ഹൈസു അസാബ എന്ന് പറഞ്ഞാൽ ഹൈസു ഖസദ, അദ്ദേഹം ലക്ഷ്യമാക്കിയിടത്തേക്ക്, ലക്ഷ്യമാക്കിയ നിലക്ക്, ലക്ഷ്യമാക്കിയിടത്തേക്ക്. ഹൈസിയത്ത് എന്ന് പറയും, കൈഫിയത്ത്, ഹൈസിയത്ത് കൈഫിയത്ത്. ഹൈസു അസാബ്, അദ്ദേഹം ലക്ഷ്യമാക്കിയതനുസരിച്ച്, അതുപോലെ, അല്ലെങ്കിൽ ലക്ഷ്യമാക്കിയിടത്തേക്ക് എന്നൊക്കെ ഉദ്ദേശം. സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാമക്ക് അള്ളാഹു കാറ്റിനെ കീഴ്പ്പെടുത്തി കൊടുത്തത് പിന്നെ പലയിടത്ത് പറയുന്നുണ്ട്. വലി സുലൈമാൻ റീഹ ആസിഫത്തൻ, സൂറത്ത് അംബിയായിൽ പറയാണ്, വലി സുലൈമാന് അരീഹ, കാറ്റിനെ നാം കീഴ്പ്പെടുത്തി കൊടുക്കുകയും ചെയ്തു. എങ്ങനെ? ആസിഫത്തൻ, കാറ്റിൻ്റെ പ്രത്യേകത എന്താ? കാറ്റ് ആസിഫത്താണ്. ആസിഫ എന്ന് പറഞ്ഞാൽ എന്താ? പിന്നെ കാറ്റടിക്കുമ്പോൾ അത് ആഞ്ഞു വീശും, അടിച്ചു വീശും അല്ലേ. അസ്ഫ് എന്ന് പറഞ്ഞാൽ എന്താ ശരിക്കും? അസ്ഫ് അസ്ഫിം മഅ്കൂൽ എന്ന് പറയില്ലേ? അസ്ഫിം മഅ്കൂൽ. എവിടെ അസ്ഫിം മഅ്കൂൽ? സൂറത്ത് ഫീലിൻ്റെ അവസാനത്തിൽ എന്താ ഈ അസ്ഫ്? അല്ലാഹു സുബ്ഹാനഹു വ തആല അബ്രഹത്തിൻ്റെ ആനപ്പടയെ തകർത്തിട്ട് അതിനെക്കുറിച്ച് പറയാണ്. എന്താ പറഞ്ഞത്? പിന്നെ ഫജഅലഹും കഅസ്ഫിൻ മഅ്കൂൽ, കാലി ചവച്ച് അരച്ച അസ്ഫ് പോലെയാക്കുന്ന. അസ്ഫ് എന്ന് പറഞ്ഞെങ്കിൽ ശരിക്കും എന്താണ്? ഈ പിന്നെ ധാന്യത്തിൻ്റെ തൊലികൾക്ക്, അതേപോലെ തന്നെ വൈക്കോൽ ചണ്ടിക്കൊക്കെയാണ് പറയാം. അതിൽ നിന്നാണ് ഈ ആസിഫത്ത് വന്നത്. വലി സുലൈമാൻ റീഹ ആസിഫത്തൻ. അപ്പോൾ ഈ കാറ്റടിച്ച് വീശിയിട്ടുണ്ടെങ്കിൽ അതിൽ കാണുന്നത് എന്താണ്? നമ്മൾ ഈ ധൂളികളും, അതേപോലെ തന്നെ ഈ ഇലകളും, അതേപോലെ തന്നെ ധാന്യം തൊലികളും, അതേപോലെ തന്നെ പിന്നെ വൈക്കോലുകളും, ഇതൊക്കെ ഇതിൽ പാറി പറക്കണതൊക്കെയാണ്. അതുകൊണ്ടാണ് കാറ്റ് അങ്ങനത്തെ ഒരു അവസ്ഥ സംജാതമാക്കുന്നത് കൊണ്ടാണ് ആസിഫ എന്ന് കാറ്റിന് പേരിട്ടത്. ഏതായാലും കാറ്റടിച്ചിട്ടുണ്ടെങ്കിൽ കാറ്റ് അടിച്ചു വീശും ശക്തമായിട്ട്. അത് എല്ലാത്തിനെയും ഇളക്കി മറിക്കണ രീതിയിലാണ് കാറ്റ്. അതാണ് അതിൻ്റെ സ്വഭാവം. അള്ളാഹു പറയാണ് വലി സുലൈമാൻ റീഹ, സുലൈമാനെ നാം കാറ്റിനെ കീഴ്പ്പെടുത്തി ആസിഫത്തൻ, ആസിഫത്തായിട്ട്. അങ്ങനെയുള്ള കാറ്റാണ് ഇവിടെ കണ്ട തജ്രി ബി അംരിഹി, ഫസഖർന ലഹു റീഹ, റീഹിനെ നാം അദ്ദേഹത്തിന് കീഴ്പ്പെടുത്തി കൊടുത്തു. റീഹിൻ്റെ സ്വഭാവം എന്താണ്? അത് ആസിഫത്താണ്. പക്ഷേ തജ്രി ബി അംരിഹി, ആ കാറ്റ് സുലൈമാൻ്റെ ആഗ്രഹപ്രകാരം, തലബ് പ്രകാരം, ദുആ പ്രകാരം, സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഈ തലബ് പ്രകാരം, ആഗ്രഹപ്രകാരം അത് ഒഴുകും. റുഹാഅൻ, ആസിഫത്തായിട്ടല്ല, പിന്നെയോ റുഹാഅൻ, മൃദുവായി. ഈ പ്രഭാതത്തിൽ മന്ദമാരുതൻ വീശുമ്പോൾ, മന്ദമാരുതൻ ചലിക്കുമ്പോൾ എങ്ങനെയാണ് അതേ രീതിയിലാണ് ഈ ആസിഫത്തായ കാറ്റ് ചലിക്കുക എന്നുള്ളതാണ്. മനസ്സിലല്ലേ? അപ്പോൾ അള്ളാഹു അദ്ദേഹത്തിന് നൽകിയ ആ ഒരു നിഅമത്ത് അതാണ് ഇവിടെ പറയുന്നത്. അതും തജ്രീബി അംരിഹി റുഹാഅൻ, വളരെ മൃദുലമായി മന്ദമാരുതൻ കണക്കെ അത് പിന്നെ ഒഴുകും. ഹൈസു അസാബ്, എവിടേക്കാണോ സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാം എങ്ങനെയാണോ ലക്ഷ്യമാക്കുന്നത്, ഉദ്ദേശിക്കുന്നത്, അങ്ങനെ അവിടത്തേക്ക്. അതുകൊണ്ട് തന്നെ അദ്ദേഹം കാറ്റുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ സഞ്ചാരം, പിന്നെ അദ്ദേഹത്തിൻ്റെ കപ്പലുകൾ, പിന്നെ ആ കപ്പലുകളെ കാറ്റ് നിയോഗിച്ചത്, അതൊക്കെ നമ്മൾ ചരിത്രത്തിൽ അതിൻ്റെ കഥകൾ വായിക്കും. ഫസഖർനാ ലഹു റീഹ തജ്രി ബി അംരിഹി റുഹാഅൻ ഹൈസു അസാബ്. അല്ലാഹു പറയുന്നു വശയാതീന കുല്ല ബന്നാഇൻ വഗവാസ്. ഫസഖർനാ ലഹു, അദ്ദേഹത്തിന് നാം കീഴ്പ്പെടുത്തി എന്ന് പറയില്ലേ, സുലൈമാനെ കീഴ്പ്പെടുത്തി. ആരെ കീഴ്പ്പെടുത്തി? റീഹിനെ. റീഹ എന്നുള്ളതിന് റിയാഹ് എന്നും ഖിറാഅത്തുണ്ട്, കാറ്റുകളെ എന്ന ഖിറാഅത്തുണ്ട്. ഇവിടെ അല്ലെങ്കിൽ കാറ്റുകൾ എന്നുള്ളത് വർഗ്ഗനാമമായിട്ട് മുഷ്കില. സഖർനാ ലഹു അശയാത്തീന, ഇവിടെ വശയാത്തീൻ എന്ന് പറഞ്ഞാൽ ഷെയ്ത്താന്മാരെയും നാം അദ്ദേഹത്തിന് കീഴ്പ്പെടുത്തിയെന്നാണ്. വാവുൽ അത്ഫാണ്. അപ്പോൾ വശയാത്തീന എന്ന് പറഞ്ഞാൽ ഫസഖർനാ ലഹു അശയാത്തീൻ, ഷെയ്ത്താന്മാരെയും നാം അദ്ദേഹത്തിന് കീഴ്പ്പെടുത്തി. ഷെയ്ത്താന്മാർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ബദലാണ് കുല്ല ബന്നാഇൻ വഗവാസ്. കുല്ല ബന്നാഇൻ, ബന്നാ എന്ന് പറഞ്ഞെങ്കിൽ ഇപ്പം ഹദ്ദാദ്, നജ്ജാർ എന്നൊക്കെ പറയുന്നത് പോലെ, നജ്ജാർ ആശാരി, ഹദ്ദാദ് കൊല്ലപ്പണിക്കാരൻ അല്ലേ. അതേപോലെ ബന്ന എന്ന് പറഞ്ഞാൽ നിർമ്മാതാക്കളാണ്. ബന എന്ന് പറഞ്ഞാൽ നിർമ്മിച്ചു, ബിന എടുപ്പ്, ബന്ന എന്ന് പറഞ്ഞെങ്കിൽ എടുപ്പുണ്ടാക്കുന്ന ആളുകൾ. ഹദ്ദാദിനെ പോലെ നജ്ജാറിനെ പോലെ പ്രയോഗമാണ് ബന്ന, ഈ എടുപ്പുണ്ടാക്കുന്ന ആളുകൾ. ഗവ്വാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുങ്ങൽ വിദഗ്ധന്മാർ. സൂറത്ത് അംബിയായിൽ പറഞ്ഞു വമിന ശയാതീനി മൻ യഗൂസൂന ലഹു,
വമിന ഷയാത്തീൻ ഷെയ്ത്താൻമാരിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല സുലൈമാനെ കീഴ്പ്പെടുത്തി മൻ യഗൂസൂന ലഹു അദ്ദേഹത്തിന് വേണ്ടി ഗാസ യഗൂസു തന്നെ യഗൂസൂന ലഹു അദ്ദേഹത്തിന് വേണ്ടി ഊളിയിടുന്നവർ മുങ്ങുന്നവർ യഗൂസൂൻ. അതിൽ നിന്നാണ് ഈ ഗവ്വാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുങ്ങൽ വിദഗ്ധർ. അപ്പോൾ ഷയാത്തീന ഷെയ്ത്താൻമാരെയും കീഴ്പ്പെടുത്തി കൊടുത്തു. ഷയാത്തീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ബദൽ, അതുകൊണ്ട് ഉദ്ദേശം കുല്ല ബന്നായിൻ വഗവ്വാസ് നിർമ്മാതാക്കളും മുങ്ങൽ വിദഗ്ധരുമായ എല്ലാം എന്നുള്ളതാണ്. ഈ കുല്ല് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ മുഴുവൻ എന്ന അർത്ഥത്തിലല്ല, പിന്നെയോ അഗ്ലബ് എന്നുള്ള അർത്ഥത്തിലാണ്. പിന്നെ അഗ്ലബ്, അതായത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് പറയില്ലേ, കാന യസൂമു ഷാബാന കുല്ലഹു, റസൂലുള്ള ഷാബാൻ കുല്ലഹു നോമ്പെടുക്കുമായിരുന്നു. ആ കുല്ലഹു എന്ന് പറഞ്ഞാൽ എന്താ? ഷാബാൻ 30 എന്നല്ല, പിന്നെ മിക്കതും എന്ന അർത്ഥത്തിലാണ്. അതേപോലെയാണ് ഇവിടെ ഈ പ്രയോഗം. സുമ്മ കുലി മിൻകുല്ലി സമറാത്ത് തന്നെ, സുമ്മ കുലി മിൻകുല്ലി സമറാത്ത് ആരോടെ പറഞ്ഞ്? സുമ്മ കുലി വൗഹ റബ്ബുക ഇലൻ നഹ്ലി അൻ ഇത്തഖിദി മിനൽ ജിബാലി ബുയൂത. അല്ലാഹു സുബ്ഹാനഹു വതആല തേനീച്ചക്ക് ബോധനം നൽകിയെന്നാണ്, അതിൻ്റെ വീടുണ്ടാക്കാൻ വേണ്ടിയിട്ട്. ആ തേനീച്ചിനോട് അള്ളാഹു പറയാണ് സുമ്മ കുലി, പിന്നെ നീ തിന്നോ, മിൻകുല്ലി സമറാത്ത് എല്ലാ സമറാത്തിൽ നിന്നും. എല്ലാ സമറാത്തിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോകത്തുള്ള എല്ലാ സമറാത്തും തിന്നാനാ അല്ല, പിന്നെയോ അവിടെ ആ കുല്ല് പ്രയോഗിച്ചിട്ടുള്ളത് പിന്നെ മിക്കതും എന്ന അർത്ഥത്തിലാണ്. അതേപോലെയാണ് ഇവിടെ വശയാത്തീൻ ശൈത്താന്മാരെ കീഴ്പ്പെടുത്തി കൊടുത്തു. കുല്ല ബന്നായിൻ വൽ ഗവ്വാസ്, അവിടെ എല്ലാ ബന്നായിനെയും ഗവ്വാസിനെയും നിർമ്മാതാക്കളെയും മുങ്ങൽ വിദഗ്ധരെയും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മിക്കതും എന്ന അർത്ഥത്തിൽ പിന്നെ ബന്നായിനെയും ഗവ്വാസിനെയും കീഴ്പ്പെടുത്തി കൊടുത്തു ഷെയ്ത്താന്മാരിൽ നിന്ന്. വ ആഖരീന മുഖറനീന ഫിൽ അസ്ഫാദ്, വ ആഖരീൻ മറ്റ് ചിലരെയും കീഴ്പ്പെടുത്തി കൊടുത്തു. വ ആഖരീൻ വസഖർന ലഹു ആഖരീൻ മറ്റ് ചിലരെ കീഴ്പ്പെടുത്തി കൊടുത്തു. എങ്ങനെ കീഴ്പ്പെടുത്തി കൊടുത്തു? മുഖറനീന ഫിൽ അസ്ഫാദ്, മുഖറനീൻ ബന്ധിക്കപ്പെട്ടവരായി. എവിടെ ബന്ധിക്കപ്പെട്ടവരായി? ഫിൽ അസ്ഫാദ് സഫ്ദുകളിൽ. സഫ്ദ് എന്നതിൻ്റെ ബഹുവചനാണ് അസ്ഫാദ്. സഫ്ദ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഖൈദ് ബന്ധനത്തിനാണ് പറയുക. പിന്നെ ഖില്ല്, ഖൈദ് ഖില്ല് എന്നൊക്കെ പറയും. ചങ്ങലകൾ അല്ലെങ്കിൽ ബന്ധിക്കാനുള്ള മറ്റ് പിന്നെ ഉപകരണങ്ങൾ. സഫ്ദുകളിൽ, വിലങ്ങുകളിൽ, ചങ്ങലകളിൽ ബന്ധിക്കപ്പെട്ടവരായി മറ്റു ചിലരെയും അദ്ദേഹത്തിന് നാം കീഴ്പ്പെടുത്തി. വ ആഖരീൻ മറ്റു ചിലരെ നാം സുലൈമാന് കീഴ്പ്പെടുത്തി. എങ്ങനെ? മുഖറനീൻ ബന്ധിക്കപ്പെട്ടവരായി. എവിടെ? ഫിൽ അസ്വാദ് വിലങ്ങുകളിൽ, ചങ്ങലകളിൽ. എന്തിനാണ് അത്? ചിലർ നിർമ്മാതാക്കളായിട്ടുണ്ട്, ചിലർ മുങ്ങൽ വിദഗ്ധരായിട്ടുണ്ട്. നിർമ്മാതാക്കൾ നമുക്കറിയാം എന്തിനാണ്. ഇപ്പോൾ ഹൈക്കൽ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഹൈക്കൽ നിർമ്മിച്ചത് വളരെ ഗംഭീരമായിട്ടാണ്. ആര് നിർമ്മിച്ചത്? അതിന് പിന്നെ പിശാചുക്കളുടെ ജിന്നുകളുടെ പിന്നെ സഹായം നിർമ്മാണത്തിനുണ്ടായിരുന്നു. സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാമക്ക് വേണ്ടിയിട്ട് അവർ പിന്നെ നിർമ്മിച്ചു. മനസ്സിലല്ലേ? അതേപോലെ തന്നെ ഈ സമുദ്രാഴിയിൽ ഊളിയിട്ട് സമുദ്രത്തിലെ മുത്തുകൾ, പവിഴങ്ങൾ തുടങ്ങിയ കാര്യങ്ങളെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പിന്നെ ഷെയ്ത്താന്മാരിൽ, ജിന്നുകളിൽ, പിന്നെ ഷെയ്ത്താൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ശരിക്ക് പിന്നെ ജിന്നുകളും ഷെയ്ത്താനിൽ പെട്ടത് തന്നെയാണ്. അല്ലെങ്കിൽ ഷെയ്ത്താന്മാരിൽ ആരുണ്ട്? ജിന്നുകളുണ്ട്. സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാമക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല ജിന്നിൻ്റെ സൈന്യത്തെ നൽകി എന്നുള്ളത് സൂറത്തുൻ നംലിൽ പറയുന്നുണ്ട്. വഹുശിറ ലി സുലൈമാന ജുനൂദുഹു മിനൽ ഇൻസി വൽ ജിന്നി എന്നൊക്കെ പറഞ്ഞില്ലേ. അതേപോലെ തന്നെ പിന്നെ പറവകളൊക്കെ കീഴ്പ്പെടുത്തി എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ പിന്നെ ആ രീതിയിൽ ഗവ്വാസിനെയും മുങ്ങൽ വിദഗ്ധരെയും അള്ളാഹു കീഴ്പ്പെടുത്തി കൊടുത്തു. ചിലരെ അള്ളാഹു കീഴ്പ്പെടുത്തി കൊടുത്തു. അത് മുഖറനീന ഫിൽ അസ്ഫാദ് ബന്ധിക്കപ്പെട്ട നിലയിലാണ്. അപ്പോൾ എന്തിനാണ് ഈ ബന്ധിക്കപ്പെട്ട നിലയിൽ ചിലരെ കീഴ്പ്പെടുത്തി കൊടുത്തത്? അതെന്താ? ഒരു വിഭാഗം പറഞ്ഞത്, ഒരു വിഭാഗം പണിസ്ഥലത്തുണ്ട്, മറ്റൊരു വിഭാഗം ഇനി പണിക്ക് ആവശ്യമാണെങ്കിൽ ഉപയോഗപ്പെടുത്താൻ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൽ നിന്ന് തെറിച്ചു പോകാതെ അല്ലെങ്കിൽ വിട്ടുപോകാത്ത രീതിയിൽ അവിടെ സ്ഥലത്ത് ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് അവർ ബന്ധിക്കപ്പെട്ട നിലയിൽ അവിടെ നിർത്തിയിട്ടുള്ളത്. അതിനു വേണ്ടിയാണ്. ചിലർ പറഞ്ഞ അങ്ങനെയല്ല, ഇവർ വളരെ വിദഗ്ധരാണ്, നിർമ്മാണത്തിലും മുങ്ങലിലൊക്കെ വളരെ വിദഗ്ധരാണ്. അപ്പോൾ അവരുടെ ആ വൈദഗ്ധ്യം, അവരുടെ ആ കഴിവ്
മറ്റുള്ളവരിലേക്ക് അന്ന് രാജാക്കന്മാർ വേറെയുണ്ട്, അതുകൊണ്ടാണല്ലോ ആ കാലത്തിന് അനുയോജ്യമായിട്ടുള്ള മുഅ്ജിസത്ത് ചോദിച്ചത്. അപ്പോൾ അന്ന് ഭരണാധികാരികൾ വേറെയുണ്ട്. ഇപ്പോൾ നമ്മൾ നേരത്തെ ജറാദയെക്കുറിച്ച് പറഞ്ഞു. ജറാദയുടെ വാപ്പ സൈദൂൻ രാജാവായിരുന്നു. ആ രാജാവിനെ തോൽപ്പിച്ചിട്ടാണ് സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ജറാദയെ സ്വീകരിക്കേണ്ടതെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അവിടെ ഭരണാധികാരികൾ വേറെയുണ്ട്, സഭയിലെ രാജ്ഞിയെപ്പോലുള്ളവരൊക്കെ ഉണ്ട്. അപ്പോൾ അവരിലേക്ക് സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ രഹസ്യങ്ങൾ പകരാതിരിക്കാൻ, അല്ലെങ്കിൽ ഇവരുടെ കഴിവുകൾ അത് മറ്റുള്ളവർക്ക് ഉപയോഗപ്പെടുത്താതിരിക്കാൻ ബന്ധിക്കപ്പെട്ടതായിരുന്നു, ഇവരെ ബന്ധിച്ച് നിർത്തിയതായിരുന്നു എന്നാണ്. ഏതായാലും സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാമക്ക് ധാരാളം എന്തുണ്ട്, സൈനികരുണ്ട്, ജോലിക്കാരുണ്ട്. അതിൽ പലരും എന്താണ് ജോലിയിലാണ്, ഗവ്വാസായി ബന്ന ആയി പലരും എന്താണ് ബന്ധിക്കപ്പെട്ട നിലയിൽ അദ്ദേഹത്തിൻ്റെ കൽപ്പനക്ക് അധീനമായിട്ടുള്ള ആളുകളാണ് എന്നാണ് ഇവിടെ പറയുന്നത്. ആഖരീന മുഖറനീന ഫിൽ അസ്വാദ്. ഹാദാ അതാഉന ഫംനുൻ ഔ അംസിക് ബിഗൈരി ഹിസാബ്. ഇതിലൊക്കെ കുറച്ച് ചില കഥകളുണ്ട്, മനസ്സിലായോ? കഥകൾ നമ്മൾക്ക് സ്വീകാര്യമല്ലാത്ത കഥകളുണ്ട്, അതൊക്കെ നമ്മൾ അർത്ഥം സൂചിപ്പിച്ചത്. പക്ഷേ നല്ല ഹൃദയസ്പൃക്കായ നല്ല ചില കഥകളുണ്ട് സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ. അപ്പോൾ അത് ഇൻഷാ അല്ലാഹ് നമുക്ക് ചിലതൊക്കെ മനസ്സിലാക്കാം ഇവിടെ അടുത്ത ആഴ്ചയിലെ ക്ലാസ്സിൽ. ബിഇദ്നില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.